ജിജി ജോസഫ്, BJP പ്രതിനിധി. ജിജി ജോസഫ്, ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ അത് കേന്ദ്രത്തിന് തിരിച്ചടിയാണ്, അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചടിയാണ്. ഒരേ കേസിൽ 2 കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് കേസെടുക്കുന്നതെന്നും സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്നും പറയുകയാണ്. അതുകൂടാതെ കൂട്ടിലടച്ച തത്തയല്ല CBI എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇന്ന് കോടതി പറയുമ്പോൾ അത് കേന്ദ്രത്തിനേറ്റ തിരിച്ചടി കൂടിയല്ലേ? അത് പ്രതിപക്ഷ നേതാക്കളെ മാത്രം ജയിലടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് എന്ന തോന്നൽ ശക്തിപ്പെടുത്തുന്നതല്ലേ കോടതിയുടെ പരാമർശം? കോടതിയുടെ ഓർഡറിലൊന്നും അങ്ങനെയൊന്നും വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ജഡ്ജിമാർ പല അഭിപ്രായങ്ങളും പറയും. കേസ് പരിഗണിക്കുന്ന സമയത്ത് ജഡ്ജിമാർ പല അഭിപ്രായങ്ങളും പറയും. അതൊന്നും ഓർഡറായിട്ട് വന്നിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം നമ്മൾ ഈ ആം ആദ്മിയുടെ വലിയ പ്രകടനമൊക്കെ കണ്ടാൽ തോന്നും ഞങ്ങൾ സത്യം ജയിച്ചു, ഇതാ ഞങ്ങൾ മോചിതനായി, ഈ കേസിൽ നിന്ന് മുഴുവൻ കോടതി അങ്ങ് വിട്ടതുപോലെയാണ്. എന്തിനാണ്? നല്ല പണിക്കാരനാണ്, നാളെ തൊട്ട് പണിക്ക് വരണ്ട എന്ന് പറയുന്ന പോലെയുള്ളൂ ഇത്. കാരണം ഒരധികാരമില്ല. എന്താണ് പ്രശ്നം? കോടതി സെക്രട്ടേറിയറ്റ് അധികാരത്തിലേക്ക് വരാം. ശ്രീ ജിജി ജോസഫ്, കോടതി പറഞ്ഞതിൽ ഒന്നുമില്ല എന്ന് താങ്കൾ ഒരു അഭിഭാഷകനാണോ? ശ്രീ ജിജി ജോസഫ്, താങ്കൾ ഒരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണോ? ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭൂയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ജാമ്യം നൽകാതിരിക്കുന്നത് നീതി നിഷേധമാകും. പൗരന്റെ മൗലികാവകാശം മറികടന്ന് അനിശ്ചിതകാലത്തേക്ക് ജയിലിലിടാനാകില്ല എന്ന ഉത്തരവിൽ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. ജാമ്യം നൽകുന്നതിനെ ഒരേ സമരത്തിൽ അനുകൂലിച്ചെടുത്ത സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരും CBI അറസ്റ്റിന്റെ കാര്യത്തിൽ ഭിന്ന നിലപാടെടുത്തു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത CBI നടപടി ജസ്റ്റിസ് സൂര്യകാന്ത് ശരിവെച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്ത CBI നടപടിയെ ജസ്റ്റിസ് ഉജ്ജൽ ഭുയൻ രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്, കോടതിയിൽ നടന്ന കാര്യങ്ങളാണ്. അല്ല, അതിപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒരു ജാമ്യം കിട്ടിയതിനെ കുറിച്ച് പറയാനുള്ളത്? ബണ്ടി ചോറിനും ജാമ്യം കിട്ടിയിട്ടില്ലേ? അതിനൊന്നും ഒരു കാര്യമില്ലെന്ന്. കേസിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അതുപോലെ അധികാരം തിരിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന ജാമ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ബണ്ടി ചോറിനെ കുറിച്ചല്ല. താങ്കൾ കുറച്ചുകൂടി മാന്യമായി ചർച്ചയിൽ സംസാരിക്കണം. ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് അഴിമതിക്കെതിരെ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് അഴിമതിക്കെതിരെ സമരം ചെയ്ത് ഒരാൾ അഴിമതി ആരോപണ വിധേയനായാൽ രാജിവെക്കണം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളാണ്. ഈ അഴിമതിക്കെതിരെ വലിയ അണ്ണാ ഹസാരെയോടൊപ്പം സമരം ചെയ്ത് വന്ന ആളാണ് അദ്ദേഹം. അഴിമതി കാണിച്ചിട്ട് അദ്ദേഹം ഞാൻ ആ കേസിലേ ഇല്ല എന്ന് പറയണമെന്നാ പറഞ്ഞത്, അല്ലാതെ ഞാൻ ജാമ്യം എടുത്തോളാം എന്നല്ല പറഞ്ഞത്. 9 പ്രാവശ്യം സമൻസ് അയച്ചിട്ടും പോയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ കേസിലില്ല, എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തരുത്, ഇതെല്ലാം എടുത്ത് കളയണമെന്ന് പറഞ്ഞത്. കോടതി ഇതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. മമതാ ബാനർജി വരെ പറഞ്ഞു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ വേണേൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് വരെ പറഞ്ഞ രീതിയിലേക്ക് അവരെത്തി. എന്നിട്ട് ഇദ്ദേഹം എത്തിയില്ല. എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ കബളിപ്പിക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ വലിയ ഘോര പ്രസംഗം നടത്തിയ ആളല്ലേ, നമ്മൾ കണ്ടതല്ലേ ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ. എന്നിട്ട് എവിടെ ഒരക്ഷരം പോലും മിണ്ടാതെ ഇപ്പോഴും ആ കേസുമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആരും ഇതിൻ്റെ അകത്ത് പുറത്തു പോയിട്ടൊന്നുമില്ല. കേരളത്തിലെ അഴിമതിക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അഴിമതിക്കെതിരെ കേസെടുത്തതിൽ എത്ര പേര് അകത്ത് പോയിട്ടുണ്ട്? ആകെ ബാലകൃഷ്ണപിള്ള മാത്രമേ പോയിട്ടുള്ളൂ. അദ്ദേഹവും ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് അകത്ത് പോയത്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് അത് ദുഷ്ടലാക്കാണ്, വെറുതെ ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ NDAക്ക് അധികാരം കിട്ടിയിട്ടും കോൺഗ്രസിന് 99 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ജയിച്ചതുപോലെ ആഹ്ലാദിക്കുന്ന പോലെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലെന്നേ. Debate with Smriti Parithikad.